ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ das477. സോ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ S23FE ഇതാണ് സാധനം. S23FE കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. S23FE ഇറങ്ങിയിട്ട് ഏകദേശം 7 മാസത്തോളം ആവുന്നു. അപ്പോൾ ഈ ഫോണ് ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്നത് വർത്താണോ ഇല്ലയോ? കാരണം ഇപ്പോൾ ഇതിൻ്റെ വില ഇവിടെ UAE പ്രൈസാണ് 1800 ദിറംസാണ്. 1800-1880 ദിറംസാണ്. നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു 55,000 രൂപയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. അപ്പോൾ എസ് സീരീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് S23FEയിൽ സാംസങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷമാണ്. അപ്പോൾ ഇത്രയും നാളിന് ശേഷം, ഇപ്പോൾ 7 മാസത്തിന് ശേഷം ഇതൊരു പുതിയ ലോഞ്ച് ചെയ്ത ഫോണൊന്നുമല്ല എൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. പക്ഷേ ഇപ്പോഴും ഈ ഫോൺ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതിനകത്ത് ഈ ഫോണിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറയുന്നുണ്ട്, എസ്പെഷ്യലി ക്യാമറ. അപ്പോൾ അതിനകത്ത് ക്യാമറയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ക്യാമറയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് എസ് സീരീസിലുള്ള ഫങ്ഷൻസ്, ഫീച്ചേഴ്സ് കമ്പനി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷനെ കുറിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. സൂപ്പർ AMOLED പ്ലസ് ഫുൾ HD പ്ലസ് 2x ഡിസ്പ്ലേ, ഒന്നും പറയാനില്ല, ഗംഭീര ക്വാളിറ്റിയാണ്. സൗണ്ട് ക്വാളിറ്റി അടിപൊളി, ഡോൾബി അറ്റ്മോസ് കൊടുത്തിട്ടുണ്ട്. ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല കിടിലൻ സൗണ്ടിൽ നമുക്ക് മൂവീസൊക്കെ കാണാം, അടിപൊളിയാണ്. ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സർ ഇതിൻ്റെ Exynos 2200 ആണ് വരുന്നത്. അതെല്ലാവർക്കും അറിയാം, ചെറിയൊരു ഹീറ്റിംഗ് ഇഷ്യൂ ഉള്ളതായിട്ടുള്ള കാര്യം അത് ഇതിനുമുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഒരുപാട് ഹെവി യൂസ് ചെയ്താലേ ഉള്ളൂ, ഡേ ടു ഡേ ലൈഫിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, പിന്നെ ക്യാമറ അതിനകത്ത് നമുക്ക് ഫുൾ HD 8K വരെയുള്ള വീഡിയോ എടുക്കാം. 8K സീരീസ് ഫോണിൽ സീരീസിലുള്ള അതേപോലെ 8K ക്വാളിറ്റിയിലുള്ള വീഡിയോ എടുക്കാം. 8K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫുൾ HD UHD ഉണ്ട്, UHD 60 and 30 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ HD ഉണ്ട്. സോ ക്യാമറ ഇതാണ്. ഫ്രണ്ട് ക്യാമറ 10 MB 4K സപ്പോർട്ട് ചെയ്യുന്ന 4K വീഡിയോ എടുക്കാം. ഗംഭീര ക്വാളിറ്റിയാണ്. അതിനകത്തൊന്നും പറഞ്ഞാൽ എനിക്ക് ഫ്രണ്ട് ക്യാമറ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെൽഫി എടുക്കാൻ, ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അടിപൊളി ക്വാളിറ്റിയാണ് അതിലൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ ഇതിനകത്ത് ബാക്ക് ക്യാമറയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ഒരു 3x സൂം കൊടുത്തിട്ടുണ്ട്. അത് 8 MB ക്യാമറയാണ്, 3x സൂം കൊടുത്തിട്ടുള്ളതിന്. പക്ഷേ ആ 8 MB എന്നുള്ളൊരു 10 MB ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു എനിക്ക് തോന്നി. കാരണം ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും എൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ആഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പക്ഷേ ഒരു 10 MB ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആയിരുന്നേനെ. എന്നാലും ക്യാമറ ഒട്ടും മോശമല്ല. നല്ലൊരു ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട്, OIS കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 8Kയിൽ എനിക്ക് അത്ര ഗംഭീരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ 4Kയിലും ഫുൾ HDയിലോട്ടും വരുമ്പോഴത്തേക്ക് ഗംഭീര പെർഫോമൻസ് അതിലും കിട്ടുന്നുണ്ട്, ഒന്നും പറയാനില്ല. ഫ്രണ്ടിൽ EIS ആണ്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനാണ്. അതും കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഷേക്കൊന്നും ഇല്ലാണ്ട്. സോ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിലും ഈ ഫോണ് അത്യാവശ്യം ലൈറ്റിലുള്ളത്. പക്ഷേ ലോ ലൈറ്റിലെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ പറയേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ലോ ലൈറ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. ചെറിയൊരു പോരായ്മ ഇതിനില്ലാതില്ല ഇതിൻ്റെ ഒരു ക്യാമറയ്ക്ക്. അത് വീഡിയോ ആയിക്കോട്ടെ, ഫോട്ടോ ആയിക്കോട്ടെ. പക്ഷേ ലൈറ്റ് നമ്മൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ ലൈറ്റിംഗ് കൊടുത്തിട്ടാണ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഗംഭീര ക്വാളിറ്റി തന്നെ ഈ ഫോൺ തരുന്നുണ്ട്. അതിൽ യാതൊരു കോംപ്രമൈസും സാംസങ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ളൊരു മെയിൻ വിശേഷം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യാൻ കാണാം, ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. ഈ ഇത് വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. സോ ബാക്കി എല്ലാ കാര്യത്തിലും സൂപ്പറാണ്. 4500 mAh ബാറ്ററി കുഴപ്പമില്ല. 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജിങ് ഒന്നും കുഴപ്പമില്ല, നല്ല സ്പീഡിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുഴപ്പമില്ല, ഞാൻ ഉപയോഗിച്ചിടത്തോളം വലിയ കുഴപ്പമൊന്നുമില്ല. 4500 ആണ്. പിന്നെ Exynosൻ്റെ ഒരു പ്രൊസസ്സർ ആയതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ എന്തായാലും ഞാൻ ഉപയോഗിച്ച് വരാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ബാറ്ററി കപ്പാസിറ്റിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് പറയാൻ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ നമുക്കിത് ഇവിടെ നിന്നായതുകൊണ്ട് ഞാൻ എല്ലായിടത്തും എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ UAEയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും TDRI വെർഷൻ തന്നെ വാങ്ങുക. നമുക്ക് ഇൻ്റർനാഷണൽ വെർഷനും ഒക്കെ വാങ്ങാൻ കിട്ടണമുണ്ട്. മീൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, വിലയും കുറവാണ്. പക്ഷേ അത് വാങ്ങാണ്ടിരിക്കുക. കാരണം TDRI ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സാംസങ് വാലറ്റ്, അതായത് സാംസങ് പേ പോലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യത്തുള്ളൂ.
ഇൻ്റർനാഷണൽ വെർഷനിൽ അത് വർക്ക് ചെയ്യത്തില്ല. ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് S23 അൾട്രയെക്കുറിച്ച്. അത് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പോയിട്ട് അത് കണ്ടു നോക്കുക. അപ്പോൾ TDRA തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വാങ്ങിയതാണ് ഈ ഫോൺ. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് TDRA തന്നെയാണ് വാങ്ങിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് സാംസങ് വാലറ്റ് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. സാംസങ് വാലറ്റ് ഇതിനകത്ത് കിടപ്പുണ്ട്, ഇതിനകത്ത് കാണാൻ പറ്റും കൃത്യമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ TDRA വെർഷൻ ഫോൺ തന്നെ വാങ്ങണം. അപ്പോൾ അതുകൊണ്ട് അത് ആരും മറന്നുകൊണ്ട. കാരണം ഇൻ്റർനാഷണൽ വെർഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇതിനേക്കാളും ഒരു 50-60 ദിർഹംസ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അത് വാങ്ങാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ബാക്കി നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ക്യാമറയുടെ ക്വാളിറ്റി, ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതുമായിട്ട് S23 FE ഹായ്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് സാംസങ് S23 FEയുടെ ഫ്രണ്ട് ക്യാമറയെ ഉപയോഗിച്ചിട്ടാണ്. ഫ്രണ്ട് ക്യാമറ എന്നുള്ള വീഡിയോ ആണ്. അതായത് 4K 60 FPS എന്നാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. 4Kയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പോൾ അത് ഞാൻ വേറെ പുറത്ത് പോയിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതാണ് ഫ്രണ്ട് ക്യാം എന്നുള്ള ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഞാൻ S23 അൾട്ര വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ സെറ്റപ്പിൽ, അതേ ലൈറ്റിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. അതേ ഡിസ്റ്റൻസിൽ തന്നെ ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് ക്യാം എന്നുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുത്തിട്ടുള്ള വീഡിയോ ക്വാളിറ്റി 4Kയിലുള്ളത്. ഓക്കെ,
ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. നല്ല വെയിലാണ്. ഇതിനകത്തു നിന്നുള്ള ഡയറക്റ്റുള്ള ഓഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുകയാണ്. ഇതിനകത്ത് മൈക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. S23 FEയുടെ ഫ്രണ്ട് ക്യാമിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആൻഡ് വീഡിയോ ആണ്. ഫുൾ HD അല്ല, ഇത് 4K ആണ്. 4Kയിൽ റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. നല്ല വെയിലടിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ ഫുൾ HDയിലോട്ട് മാറ്റി. ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡിൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമേജ് സ്റ്റെബിലൈസേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ നേരത്തെ 4Kയിലാണ് റെക്കോർഡ് ചെയ്തത്, നടക്കുമായിരുന്നു. ഇപ്പോൾ ഫുൾ HDയിലാണ്. അതേപോലെ തന്നെ നടക്കുകയാണ്. ഫോൺ പിടിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ടാണ്. എൻ്റെ അടുത്ത് ഗിംബലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് ട്രൈപോഡോ ഒന്നുമില്ല. ജസ്റ്റ് എൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്തിട്ട് നടക്കുകയാണ്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി ആൻഡ് സ്റ്റെബിലൈസേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ച് ഈ ഫോൺ വന്നിട്ട് 8GB 256GB ആണ്. 8GB 128 വരുന്നുണ്ട്. ഇതാണ് മാക്സിമം വേരിയൻ്റ് എന്ന് പറയുന്നത് 256GB ആണ്. സോ ധാരാളം നമുക്ക് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും അതിനുള്ള അത്യാവശ്യത്തിനുള്ള സ്പേസ് എന്തായാലും നമുക്ക് ഇതിൽ കിട്ടും. സോ 256ഉം 128 ആയിട്ട് നോക്കുമ്പോൾ കുറച്ച് പ്രൈസിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ 256 ആയിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇതിൽ മെമ്മറി കാർഡിൻ്റെ ഒരു ഓപ്ഷൻ ഇല്ല. സോ 256 തന്നെ സെലക്ട് ചെയ്ത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പോൾ മികച്ച ഒരു ക്യാമറ ക്വാളിറ്റി ഉള്ള ഫോണാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഭയങ്കര ക്വാളിറ്റി എന്ന് പറയാനില്ല. പക്ഷേ ഇതിനകത്തുള്ള 3x ഒപ്റ്റിക്കൽ സൂം കൊടുത്തിട്ടുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം കൊടുത്തിട്ടുള്ളത് കുറച്ചുകൂടെ അത് എനിക്ക് തോന്നുന്നു ഒരു 8MB എന്നുള്ളത് 10MB ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള പിക്ചേഴ്സ് കിട്ടിയത്. പക്ഷേ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുറേ ഫോട്ടോസ് ഞാൻ അൾട്രാ വൈഡ് 3x സൂമിലൊക്കെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോസെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ എല്ലാ ടൈപ്പ് വീഡിയോസും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 8Kയിലാണെങ്കിലും 4Kയിലാണെങ്കിലും ഫുൾ HDയിലാണെങ്കിലും വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടതിന് ശേഷം ഇതിൻ്റെ ഒരു ക്യാമറ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. സൂപ്പർ ഒരു ഫോൺ തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. സോ ഈ ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ S23 FE വാങ്ങണം എന്ന് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നൊരു ഫോൺ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ S23 FE എന്ന് പറയുന്ന ഈ ഫോണിൻ്റെ വിശേഷം. സോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാമറ, ഇതിൻ്റെ സ്ക്രീൻ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി ഒക്കെ. അപ്പോൾ ഇതെല്ലാം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഫോൺ വാങ്ങുക. കാരണം ഏകദേശം നാട്ടിലാണെങ്കിൽ 50,000 രൂപയോളം വിലയുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് 1,800 850 ദിറംസിനൊക്കെ കിട്ടും. സോ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലെത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.